ഈ വീഡിയോയിൽ നമ്മൾ ആൻഡ്രോയിഡിൻ്റെ തേർഡ് മൊഡ്യൂളിലുള്ള ആൻഡ്രോയിഡ് ലൈഫ് സൈക്കിളിനെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇത് 5 മാർക്കിനും അതുപോലെ വേണമെന്ന് വെച്ചാൽ 15 മാർക്കിന് വരെ ചോദിക്കാനുള്ളൊരു ടോപ്പിക്കാണ്. അതുകൊണ്ടാണ് ഇത് ഞാൻ എടുത്തത്. അപ്പോൾ ഓൾറെഡി ഞാൻ ആൻഡ്രോയിഡ് ലൈഫ് സൈക്കിൾ എന്താണെന്നുള്ളത് ബേസിക്കായിട്ട് മൊഡ്യൂൾ 1ൻ്റെ അകത്ത് പറഞ്ഞു പോയിട്ടുണ്ട്. എന്നാലും ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. നമ്മളുടെ ആൻഡ്രോയിഡ് ആപ്പിൻ്റെ അകത്ത് മിനിമം ഒരു ആക്ടിവിറ്റിയെങ്കിലും എപ്പോഴും ഉണ്ടാവും. അപ്പോൾ ആക്ടിവിറ്റി എന്താണെന്ന് ചോദിച്ചാൽ അത് ഒരു കൈൻഡ് ഓഫ് പേജാണ്. അതായത് ആപ്പിൻ്റെ അകത്ത് ഡിഫറെൻ്റ് ആയിട്ടുള്ള പേജസ് ഉണ്ടാവുമല്ലോ. ഇപ്പോൾ ലോഗിൻ സ്ക്രീൻ ഉണ്ട്, ചാറ്റിൻ്റെ സ്ക്രീൻ ഉണ്ട്, അങ്ങനെ പല ടൈപ്പ് പേജസ് ഉണ്ട്. അപ്പോൾ ആ പേജിന് പകരം യൂസ് ചെയ്യുന്ന ടേമാണ് ആക്ടിവിറ്റി എന്നുള്ളത്. ആക്ടിവിറ്റിക്ക് മനുഷ്യരുടെ കേസ് പറഞ്ഞതുപോലെ ജനനം തൊട്ട് മരണം വരെ അങ്ങനെ കുറച്ച് സ്റ്റേറ്റ്സ് ഉണ്ട്. അപ്പോൾ ഈ ഓരോ സ്റ്റേറ്റിനും കറസ്പോണ്ടിങ് ആയിട്ട് ഓരോ മെത്തേഡ്സ് ആക്ടിവിറ്റി ക്ലാസ്സിൽ അവൈലബിൾ ആണ്. ഈ മെത്തേഡ്സ് വെച്ചിട്ട് ഡെവലപ്പേഴ്സിന് ഓരോ സ്റ്റേറ്റിനും എന്തെങ്കിലും പെർട്ടിക്കുലർ ആക്ഷൻസ് പെർഫോം ചെയ്യണമെങ്കിൽ അത് സ്പെസിഫൈ ചെയ്ത് കൊടുക്കാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി ഇവിടെ ഉണ്ട്. അപ്പോൾ അതാണ് ആൻഡ്രോയിഡ് ലൈഫ് സൈക്കിളിൻ്റെ ബേസിക്കായിട്ട് നമ്മൾ പറയുന്ന കുറച്ച് കാര്യങ്ങൾ. പിന്നെ നമുക്ക് 7 ടൈപ്പ് സ്റ്റേറ്റ് ഉണ്ട്, അതേപോലെ 7 ടൈപ്പ് മെത്തേഡ്സ് ഉണ്ട്. ഓരോ സ്റ്റേറ്റിനും ഓരോ മെത്തേഡ്, അങ്ങനെയാണ് അതിൻ്റെ ആ ഒരു രീതി. മെത്തേഡ്സ് എന്തൊക്കെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ഓൺ ക്രിയേറ്റ് എന്നും പറഞ്ഞിട്ട് ഒരു മെത്തേഡ് ഉണ്ട്. പിന്നെ ഓൺ സ്റ്റാർട്ട് ഉണ്ട്, ഓൺ റെസ്യൂം ഉണ്ട്, ഓൺ പോസ് ഉണ്ട്, ഓൺ സ്റ്റോപ്പ് ഉണ്ട്, പിന്നെ ഓൺ റീസ്റ്റാർട്ട് ഉണ്ട്. ലാസ്റ്റായിട്ട് വരുന്നത് ഓൺ ഡിസ്ട്രോയ് എന്ന് പറയുന്ന മെത്തേഡ്. അപ്പോൾ അങ്ങനെ 7 മെത്തേഡ്സ് നമുക്കിതിൻ്റെ അകത്തുണ്ട്. ഇനി നമുക്കിത് ഓരോന്നും എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഓൺ ക്രിയേറ്റ് എന്ന് പറയുന്ന ഒരു മെത്തേഡാണ്. ഇതിന് ഒരു ബണ്ടിൽ ഒബ്ജക്റ്റ് നമ്മൾ പാസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പക്ഷെ ആ ബണ്ടിൽ ഒബ്ജക്റ്റിനെ പറ്റിയിട്ട് വേറെ ടെക്സ്റ്റിൽ മെൻഷൻ ചെയ്യാത്തത് കൊണ്ട് ഞാൻ വേറെ കാര്യങ്ങളൊന്നും തന്നെ പറയുന്നില്ല. ജസ്റ്റ് നിങ്ങളൊന്ന് അവെയർ ആയിട്ടിരുന്നാൽ മതി. ഈ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഒരു ആക്ടിവിറ്റി ക്രിയേറ്റ് ചെയ്യുന്ന ആ ഒരു വെരി ഫസ്റ്റ് മൊമെൻറ്റിൽ എക്സിക്യൂട്ട് ആവും. അതാണ് ഓൺ ക്രിയേറ്റിൻ്റെ ഒരു പ്രത്യേകത. ഓൺ ക്രിയേറ്റ് ആൻഡ്രോയിഡിൻ്റെ ആക്ടിവിറ്റി ലൈഫ് സൈക്കിളിൽ ഒരിക്കൽ മാത്രമാണ് എക്സിക്യൂട്ട് ആവുക. അത് മൾട്ടിപ്പിൾ ടൈംസ് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഓൺ ക്രിയേറ്റ് സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇനിഷ്യലായിട്ടുള്ള സെറ്റപ്പ് കാര്യങ്ങളൊക്കെ നമുക്ക് സ്പെസിഫൈ ചെയ്യാനും, പിന്നെ അത് നമ്മളൊരു ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നടക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ടാവുമല്ലോ. ക്രിയേറ്റ് ചെയ്യുന്ന ആ ഒരു ലെവലിൽ ക്രിയേറ്റ് ചെയ്യുന്ന നേരത്തെ നമുക്ക് അതിൻ്റെ വ്യൂ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള വേരിയബിളിൻ്റെ ഇനിഷ്യലൈസേഷനും പിന്നെ അതുപോലെ ആപ്പിൻ്റെ ആക്ടിവിറ്റി ലേഔട്ട് അത് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓൺ ക്രിയേറ്റ് എന്ന് പറയുന്ന മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ അകത്ത് ഓൺ ക്രിയേറ്റ് എന്ന് പറയുന്ന മെത്തേഡിൻ്റെ അകത്തായിട്ട് സെറ്റ് കണ്ടൻറ്റ് വ്യൂ എന്ന് പറയുന്നൊരു മെത്തേഡ് ഉണ്ട്. അത് വെച്ചിട്ടാണ് നമ്മൾ ആക്ടിവിറ്റിയുടെ ലേഔട്ട് കോൺഫിഗർ ചെയ്യുന്നത്. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത് ഓൺ ക്രിയേറ്റ് എന്ന് പറയുന്ന മെത്തേഡിൻ്റെ ഒരു എക്സാമ്പിളായിട്ടുള്ളൊരു കോഡാണ്. ഭയങ്കര കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല, സിമ്പിളായിട്ടൊരു 4 ലൈനിലുള്ള കാര്യങ്ങളേ ഉള്ളൂ. ഇത് പഠിച്ചു വെക്കാൻ പറ്റുന്നവർ പഠിച്ചു വയ്ക്കുക. കാരണം 5 മാർക്കിനോ അല്ലെങ്കിൽ 15 മാർക്കിനോ ചില കേസുകളിൽ മൊത്തം മെത്തേഡ്സിനെ പറ്റിയിട്ട് എഴുതേണ്ടി വരും. ചില കേസുകളിൽ അവർ പറയുന്ന മെത്തേഡ്സിനെ പറ്റിയിട്ട് എഴുതേണ്ടി വരും. അപ്പോൾ അങ്ങനത്തെ സാഹചര്യങ്ങളിൽ ഇതേപോലെയുള്ള കുറച്ച് സിൻറ്റാക്സും കൂടെ പഠിച്ചു വെച്ച് എഴുതുവാണെങ്കിൽ അതനുസരിച്ചിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇതിലിപ്പോൾ ഇവിടെ കണ്ട സെറ്റ് കണ്ടൻറ്റ് വ്യൂ എന്ന് പറയുന്ന മെത്തേഡ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. ഈ മെത്തേഡ് ആണ് നമ്മളുടെ ആക്ടിവിറ്റിയുടെ UI കോൺഫിഗർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഇവിടെ r.layout. activity_main എന്നും പറഞ്ഞിട്ട് ഒരു സംഭവം നമ്മൾ പാസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ ഒരു ആക്ടിവിറ്റി, അതായത് മെയിൻ ആക്ടിവിറ്റിയുടെ ലേഔട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ r.layout. activity_main എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പാരാമീറ്റർ പാസ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇത് നിങ്ങൾ ആക്ച്വലി ആൻഡ്രോയിഡ് ഡെവലപ്മെൻറ്റ് ലാബ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടിയും ഒരു ഐഡിയ കിട്ടും. അല്ലാത്തവരുടെ അടുത്ത് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇത് നിങ്ങൾ ഇങ്ങനെ തന്നെ പഠിച്ചു വയ്ക്കുക എന്നുള്ളൊരു നിവൃത്തി മാത്രമേ നിങ്ങൾക്ക് ഉള്ളൂ.
അതുപോലെ ഓൺ ക്രിയേറ്റ് മെത്തേഡിൻ്റെ ഒരു റിയൽ ലൈഫ് സിനാരിയോ ഞാൻ വേണമെങ്കിൽ പറഞ്ഞു തരാം. കുറച്ച് പേരെങ്കിലും ഇത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും. അതായത് നിങ്ങളുടെ കയ്യിലിപ്പോൾ ഒരു ലോ എൻഡ് ആയിട്ടുള്ള ഡിവൈസാണ്, അതായത് ഒരുപാട് പഴയ ഒരു ഫോൺ കയ്യിലുണ്ട്. അതിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു ആപ്ലിക്കേഷനൊക്കെ ലോഞ്ച് ചെയ്യണ നേരത്ത് കുറേ നേരത്തേക്ക് ഒന്നില്ലെങ്കിൽ ഒരു ബ്ലാക്ക് സ്ക്രീൻ ആയിരിക്കും, അതല്ലെങ്കിൽ ഒരു വൈറ്റ് സ്ക്രീൻ ആയിരിക്കും. ആപ്പിൻ്റെ പേജ് നിങ്ങൾക്ക് വിസിബിൾ ആയിരിക്കത്തില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഓൺ ക്രിയേറ്റിൻ്റെ ആ ഒരു മെത്തേഡ് കംപ്ലീറ്റ് ആയിട്ട് എക്സിക്യൂട്ടായി തീരണ വരയ്ക്കും ആ ഒരു വൈറ്റ് സ്ക്രീൻ ആക്ച്വലി അവിടെ പ്രസൻ്റ് ആയിട്ട് ഇരിക്കും. ആ ഒരു ഇൻസ്റ്റൻസിൽ നമ്മളുടെ ആപ്പിൻ്റെ ആക്ടിവിറ്റിയുടെ ലേഔട്ടും കാര്യങ്ങളൊക്കെ സെറ്റ് ആവുന്നുണ്ടാവുള്ളൂ. അത് നമ്മളിപ്പോൾ ഹയർ ആയിട്ടുള്ള ഒരു ഡിവൈസിൽ നോക്കുവാണെങ്കിൽ ഈ ഒരു ഇഷ്യൂ എൻകൗണ്ടർ ചെയ്യത്തില്ല. പക്ഷെ ഒരുപാട് പഴയ ഫോൺസ് യൂസ് ചെയ്യുന്നവർക്ക് എന്തായാലും അവർ ഡെയിലി ബേസിസിൽ ഇതൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതും ഒരു ഓൺ ക്രിയേറ്റിൻ്റെ ആ ഒരു ഇനിഷ്യലൈസേഷൻ്റെ മൊമെൻ്റ് ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അടുത്ത മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഓൺ സ്റ്റാർട്ട് എന്നാണ് അതിൻ്റെ പേര്. അതെന്ന് പറഞ്ഞാൽ നമ്മളുടെ ഓൺ ക്രിയേറ്റ് എന്ന് പറയുന്ന മെത്തേഡ് എക്സിക്യൂട്ടായി കഴിഞ്ഞ അടുത്ത മൊമെൻറ്റിൽ ഓൺ സ്റ്റാർട്ട് എന്ന് പറയുന്ന ആ ഒരു മെത്തേഡ് എക്സിക്യൂട്ട് ആവും. അതെന്ന് പറഞ്ഞാൽ ഓൺ സ്റ്റാർട്ട് എന്ന് പറയുന്ന സ്റ്റേറ്റിലേക്ക് ആപ്പിൻ്റെ ആക്ടിവിറ്റി ചേഞ്ച് ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഓൺ സ്റ്റാർട്ട് എന്ന് പറയുന്ന ആ ഒരു മെത്തേഡ് എക്സിക്യൂട്ടായി വരുന്നത്. ഈ സമയത്ത് ആക്ടിവിറ്റിയുടെ ആ ഒരു വ്യൂ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഇപ്പോൾ നമ്മൾ വാട്സപ്പിലാണെങ്കിൽ ആ ഒരു ചാറ്റിൻ്റെ സ്ക്രീൻ കാണുമല്ലോ. രാവിലെ നെറ്റ് ഓണാക്കി കഴിഞ്ഞ് നമ്മൾ ചാറ്റിൻ്റെ സ്ക്രീൻ കാണുന്ന നേരത്ത് പഴയ മെസ്സേജസൊക്കെ ഇങ്ങനെ ലോഡായി വരുന്ന ആ ഒരു മൊമെൻ്റ് ഇല്ലേ, അത് ശരിക്കും പറഞ്ഞാൽ ഓൺ സ്റ്റാർട്ടിൻ്റെ ആ ഒരു സ്റ്റേറ്റിലാണ് ആപ്പ് അന്നേരം നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ടെക്നിക്കലി എല്ലാം വിസിബിൾ ആയിരിക്കും, പക്ഷേ ഇൻട്രാക്ട് ചെയ്താൽ അത്രയ്ക്ക് റെസ്പോൺസിബിൾ ആയിരിക്കത്തില്ല ഈ ഒരു സ്റ്റേറ്റിൽ. ഓൺ സ്റ്റാർട്ട് മെത്തേഡിൽ മെയിനായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിക്കുവാണെങ്കിൽ യൂസറിന് വിസിബിൾ ആയിട്ടുള്ള കമ്പോണൻസിനെ ഇനിഷ്യലൈസ് ചെയ്യുകയും പിന്നെ അതുപോലെ വേണമെങ്കിൽ കുറച്ച് ലൈറ്റ് വെയ്റ്റഡ് ആയിട്ടുള്ള ആനിമേഷൻസൊക്കെ ഡിസ്പ്ലേ ചെയ്യാനൊക്കെ ആയിട്ട് യൂസ് ചെയ്യാം. പക്ഷെ ഓൺ സ്റ്റാർട്ടിൻ്റെ അകത്ത് പോയിട്ട് നമ്മൾ ഹെവി ആയിട്ടുള്ള ടാസ്കും കാര്യങ്ങളൊന്നും പെർഫോം ചെയ്യരുത്. കാരണം അത് പെർഫോം ചെയ്യുകയാണെങ്കിൽ അതനുസരിച്ചിട്ട് UI റെൻഡർ ആവാൻ ഇച്ചിരിയും കൂടെ ടൈം എടുക്കും. അപ്പോൾ അതൊരു നല്ല യൂസർ എക്സ്പീരിയൻസ് പ്രൊവൈഡ് ചെയ്യത്തില്ല. ഇപ്പോൾ സ്ക്രീനിൻ്റെ അകത്ത് ഓൺ സ്റ്റാർട്ട് മെത്തേഡിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ളൊരു സിൻടാക്സ് ഇട്ടിട്ടുണ്ട്. ഈ മെത്തേഡിൻ്റെ അകത്ത് വേറെ പ്രത്യേകിച്ച് ലോജിക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ ആഡ് ചെയ്തിട്ടില്ല. ജസ്റ്റ് ആകപ്പാടെ ഓൺ സ്റ്റാർട്ട് എന്ന് പറയുന്ന ആ ഒരു സൂപ്പർ ക്ലാസിൻ്റെ മെത്തേഡിൽ നിന്ന് ഒരു കോള് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതല്ലാതെ വേറൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ എക്സാമ്പിൾ എഴുതണ നേരത്ത് ഇത്രയും എഴുതിയാലും മതിയാവും. ഓൺ സ്റ്റാർട്ടിൻ്റെ ആ ഒരു മെത്തേഡ് എന്താണെന്നുള്ളത് എഴുതിയാലും അവിടെ സഫീഷ്യൻ്റ് ആയിട്ടുള്ള രീതിക്ക് നമുക്കൊരു ആൻസർ എഴുതാൻ പറ്റും. 15 മാർക്കിൻ്റെ കേസിലാണെങ്കിൽ ചിലപ്പോൾ ഫുൾ പ്രോഗ്രാം എഴുതേണ്ടി വരും. പക്ഷേ 5 മാർക്കിനൊക്കെ ആണെങ്കിൽ ഇത് മതിയാവും. അടുത്തതായിട്ട് വരുന്ന മെത്തേഡിൻ്റെ പേരെന്ന് പറഞ്ഞാൽ ഓൺ റെസ്യൂം എന്ന് പറയുന്ന മെത്തേഡാണ്. ഈ മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ആപ്പിൻ്റെ ഇനിഷ്യലായിട്ടുള്ള ലോഡിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട്, അതായത് ഓൺ ക്രിയേറ്റും ഓൺ സ്റ്റാർട്ടും കഴിഞ്ഞതിന് ശേഷം നമ്മളുടെ ആപ്പ് യൂസ് ചെയ്യാൻ റെഡിയായി നിൽക്കുന്ന ആ ഒരു മൊമെൻറ്റിലാണ് ഓൺ റെസ്യൂം എന്ന് പറയുന്ന ഈ ഒരു മെത്തേഡ് ഇനിഷ്യേറ്റ് ചെയ്യുന്നത്. ഇവിടെ എന്താണ് നടക്കണേ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇവിടെ പ്രത്യേകിച്ച് പരിപാടികൾ നടക്കുന്നത് പറയാൻ പറ്റിയത് ആനിമേഷൻസ് എന്തെങ്കിലും ഹെവി ആയിട്ടുള്ളത് സ്റ്റാർട്ട് ചെയ്യാനും പിന്നെ അതുപോലെ എന്തെങ്കിലും നമുക്ക് സിസ്റ്റം റിസോഴ്സ് കാര്യങ്ങളൊക്കെ അക്യൂർ ചെയ്യണമെങ്കിൽ അതൊക്കെ ഇവിടെ നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റും, അങ്ങനത്തെ ടാസ്കുകളും കാര്യങ്ങളൊക്കെ. പിന്നെ അതുപോലെ ഇപ്പോൾ എന്തെങ്കിലും ബ്രോഡ്കാസ്റ്റ് റിസീവേഴ്സ് നമുക്ക് രജിസ്റ്റർ ചെയ്യണമെങ്കിൽ, അതായത് എന്തെങ്കിലും മെസ്സേജസ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ കിട്ടണമല്ലോ. ഇപ്പോൾ ആപ്പ് സ്പെസിഫിക് ആയിട്ട് വാട്സപ്പിലാണെങ്കിൽ ഇപ്പോൾ ആരെങ്കിലും മെസ്സേജ് അയക്കുമ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ കിട്ടാറില്ലേ. അപ്പോൾ അങ്ങനത്തെ ബ്രോഡ്കാസ്റ്റ് റിസീവേഴ്സൊക്കെ രജിസ്റ്റർ ചെയ്യാനൊക്കെ മെയിനായിട്ടും യൂസ് ചെയ്യുന്നത് ഓൺ റെസ്യൂം എന്ന് പറയുന്ന ഈ ഒരു മെത്തേഡാണ്. ഓൺ റെസ്യൂം എന്ന് പറയുന്ന ഈ ഒരു മെത്തേഡ് പിന്നെ നമ്മളുടെ ആക്ടിവിറ്റി ക്ലോസ് ആവുന്ന വരയ്ക്കും അതുപോലെ പോസ് ആവുന്നതിന് മുന്നേ വരയ്ക്കും ഈ ഒരു സ്റ്റേറ്റിലായിരിക്കും നിൽക്കുക. അപ്പോൾ ത്രൂ ഔട്ട് ദ ആക്ടിവിറ്റിയുടെ ലൈഫ് ടൈമിൽ പിന്നെ ഓൺ റെസ്യൂം എന്ന് പറയുന്ന ഈ ഒരു മെത്തേഡിലായിരിക്കും ആക്ടിവിറ്റി എക്സിക്യൂട്ട് ആവുന്നത്. ഇനിയിപ്പോൾ ഓൺ റെസ്യൂം എന്ന് പറയുന്ന ഈ ഒരു മെത്തേഡ് കട്ടാവാനുള്ള ഒരു സിറ്റുവേഷൻ പറയുവാണെങ്കിൽ ഒന്നില്ലെങ്കിൽ സിസ്റ്റം ഈവൻറ്റ്, അതായത് ബാറ്ററി ലോ അങ്ങനെയുള്ള എന്തെങ്കിലും നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നമ്മളുടെ ആപ്പിൻ്റെ ആക്ടിവിറ്റിയിൽ നിന്ന് ഫോക്കസ്
നഷ്ടപ്പെടും. അപ്പോൾ അങ്ങനെ ഫോക്കസ് നഷ്ടപ്പെടുന്ന നേരത്താണ് ഓൺ റെസ്യൂം എന്ന് പറയുന്ന ആ ഒരു സ്റ്റേറ്റിൽ നിന്ന് പിന്നെ വേറെ സ്റ്റേറ്റിലേക്ക് പോകുന്നത്. അതുപോലെ ഇപ്പോൾ യൂസറായിട്ട് ഹോം സ്ക്രീനിലേക്ക് പോവുകയാണെങ്കിൽ ആപ്പ് മിനിമൈസ് ആവുമല്ലോ. അപ്പോൾ അന്നേരം ഓൺ റെസ്യൂം എന്ന് പറയുന്ന സ്റ്റേറ്റ് മാറിയിട്ട് പിന്നെ ഓൺ പോസ് അല്ലെങ്കിൽ ഓൺ സ്റ്റോപ്പ് അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു സ്റ്റേറ്റിലേക്ക് ആക്ടിവിറ്റി ചേഞ്ച് ആവും. ഓൺ റെസ്യൂമിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള സിൻറ്റാക്സ് ആണ് ഈ സ്ക്രീനിൽ ഇട്ടിട്ടുള്ളത്. ഇതൊക്കെ ഓൾമോസ്റ്റ് ഐഡൻറ്റിക്കൽ ആയിട്ടുള്ളൊരു കോഡാണ്. എനിക്കിത് സിംഗിൾ പേജിൽ ആഡ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാനിങ്ങനെ പല പേജസിലായിട്ട് ഇത് ആഡ് ചെയ്ത് പോണത്. ഓൺ റെസ്യൂം കഴിഞ്ഞിട്ട് പിന്നെ വരുന്ന മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഓൺ പോസ് എന്ന് പറയുന്ന ഈ ഒരു മെത്തേഡാണ്. ഈ മെത്തേഡിൻ്റെ ഒരു ചെറിയ യൂസേജ് കഴിഞ്ഞ സ്ലൈഡിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് നമ്മൾ ആപ്പ് റിയൽ ടൈമിൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന നേരത്ത് ഓൺ റെസ്യൂം എന്ന് പറയുന്ന ആ ഒരു മെത്തേഡ് അല്ലെങ്കിൽ ആ ഒരു സ്റ്റേറ്റിലാണ് ആപ്പിൻ്റെ ആക്ടിവിറ്റി നിൽക്കുന്നത്. വേറെ സ്റ്റേറ്റിലേക്കൊന്നും മാറിപ്പോകത്തില്ല. ഈ ഒരൊറ്റ സ്റ്റേറ്റിൽ മാത്രമായിരിക്കും നിൽക്കുക. അപ്പോൾ പെട്ടെന്ന് നിങ്ങൾ ആപ്പ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത്, അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾ ഒരു VLC മീഡിയ പ്ലെയർ വെച്ചിട്ട് സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴായിരിക്കും നിങ്ങളുടെ ഫ്രണ്ട് കോൾ ചെയ്യുക. അപ്പോൾ ഫ്രണ്ട് കോൾ ചെയ്യുന്ന ആ ഒരു മൊമെൻറ്റിൽ എന്താണ് സംഭവിക്കുന്നത്? നമ്മൾ തൊടാതെ തന്നെ സിനിമ തന്നെ പോസായി വരും. അങ്ങനെ നിൽക്കുന്നത് ആക്ച്വലി പെർഫോം ചെയ്യുന്നത് ആരാന്ന് ചോദിച്ചാൽ ഈ ഓൺ പോസ് എന്ന് പറയുന്ന മെത്തേഡാണ്. അതായത് നമ്മളുടെ ആപ്പിൻ്റെ ആ ഒരു ഫോക്കസ് ലോസ്റ്റ് ആവുന്ന ആ ഒരു മൊമെൻറ്റിൽ, അതല്ലെങ്കിൽ ആപ്പ് ഒന്ന് ടെമ്പററി ആയിട്ട് സ്റ്റോപ്പ് ആവുന്ന ആ ഒരു മൊമെൻറ്റിൽ ഓൺ പോസ് എന്ന് പറയുന്ന മെത്തേഡായിരിക്കും ആദ്യം എക്സിക്യൂട്ട് ആവുക. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഓൺ സ്റ്റോപ്പിലേക്ക് പോവുക. ഓൺ പോസ് മെത്തേഡിൻ്റെ അകത്ത് പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ലൈറ്റ് വെയ്റ്റഡ് ആയിട്ടുള്ള ഓപ്പറേഷൻസ് മാത്രമേ പെർഫോം ചെയ്യാൻ പാടത്തുള്ളൂ. അതല്ല നിങ്ങളിപ്പോൾ ഹെവി ആയിട്ട് ഒരുപാട് പ്രോസസ്സും കാര്യങ്ങളൊക്കെ പെർഫോം ചെയ്യുകയാണെങ്കിൽ അത് സിസ്റ്റം അതിന് മുന്നേ തന്നെ അത് ടെർമിനേറ്റ് ചെയ്ത് കളയാനുള്ള ചാൻസസ് കൂടുതലാണ്. കാരണം സിസ്റ്റത്തിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോൾ ഓൺ പോസ് മെത്തേഡിൽ എത്തിയതിന് ശേഷം ആപ്പിൻ്റെ ആക്ടിവിറ്റിയിൽ വേറെ അപ്ഡേറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല. അപ്പോൾ അതിനർത്ഥം അവിടെ എന്തോ കുഴപ്പമുണ്ടെന്നാണ്. അപ്പോൾ എന്ത് സംഭവിക്കും? ആപ്പ് എക്സിക്യൂട്ട് ചെയ്ത് തീരാത്തത് കൊണ്ട് സിസ്റ്റം കിക്ക് ഇൻ ചെയ്തിട്ട് സിസ്റ്റം തന്നെ ആ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്ത് കളയും. അതുകൊണ്ടാണ് ഹെവി ആയിട്ടുള്ള ഓപ്പറേഷൻസ് ഈ ഒരു സ്റ്റേറ്റിൽ പെർഫോം ചെയ്യരുതെന്ന് പറയുന്നത്. ഓൺ പോസ് മെത്തേഡിൻ്റെ അകത്ത് മെയിനായിട്ട് ഡെവലപ്പേഴ്സ് ഹാൻഡിൽ ചെയ്യേണ്ട ഒരു യൂസ് കേസ് എന്താണെന്ന് വെച്ചാൽ യൂസർ ഇൻപുട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഡാറ്റ അല്ലെങ്കിൽ യൂസർ നിൽക്കുന്ന ആ ഒരു സ്റ്റേറ്റ് അത് കംപ്ലീറ്റ് ആയിട്ട് എവിടേക്കെങ്കിലും സേവ് ചെയ്ത് വെക്കണം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ അതിന് പറയുവാണെങ്കിൽ നിങ്ങളിപ്പോൾ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഫ്രണ്ട് വിളിച്ചു. അപ്പോൾ നിങ്ങൾ സംസാരിച്ച് കോള് കട്ട് ചെയ്തതിന് ശേഷം പിന്നെ ആ സിനിമ ആദ്യം മുതൽ തുടങ്ങിയാൽ അത് ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരിക്കില്ലല്ലോ. നിങ്ങൾ പിന്നെ കണ്ട ഭാഗത്തിലേക്ക് നമ്മൾ സ്ലൈഡ് ചെയ്ത് കൊണ്ടുപോയിട്ട് പിന്നെ അത് കണ്ടിന്യൂ ചെയ്യണം. അപ്പോൾ അത് എന്നേലും നന്നായിട്ട് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഡെവലപ്പേഴ്സ് ഇങ്ങനെ നമ്മൾ ആ നിന്ന പൊസിഷൻ സ്റ്റോർ ചെയ്തിട്ടുണ്ടെങ്കിൽ സിനിമ അവിടെ വെച്ചിട്ട് നമുക്ക് കണ്ടിന്യൂ ചെയ്ത് കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഓൺ പോസ് മെത്തേഡിൻ്റെ അകത്ത് ഹാൻഡിൽ ചെയ്യേണ്ടത്. ഓൺ പോസിന് ശേഷം ഒന്നില്ലെങ്കിൽ ആക്ടിവിറ്റി കണ്ടിന്യൂ ചെയ്യും, അതല്ല എങ്കിൽ ചിലപ്പോൾ അവിടെ വെച്ചിട്ട് ആക്ടിവിറ്റി ടെർമിനേറ്റ് ആവും. അപ്പോൾ അങ്ങനെ ആവുകയാണെങ്കിൽ ഓൺ സ്റ്റോപ്പിലേക്കായിരിക്കും പിന്നെ അത് പ്രൊസീഡ് ചെയ്യുക. ഇവിടെ നമ്മൾ ഓൺ പോസിൻ്റെ ഒരു മെത്തേഡ് എക്സാമ്പിളായിട്ട് കാണിച്ചിട്ടുണ്ട്. ഇതും ബാക്കി സിൻറ്റാക്സ് പോലൊക്കെ തന്നെയാണ്. ആകപ്പാടെ ആ ഓൺ പോസ്, ഓൺ റെസ്യൂം അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ ഇവിടെ മാറ്റം വരുന്നുള്ളൂ. അടുത്തതായിട്ട് വരുന്ന മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഓൺ സ്റ്റോപ്പ് എന്ന് പറയുന്ന മെത്തേഡാണ്. ഇതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആപ്പ് പോസ് മോഡിലേക്ക് പോയി, പോസ് സ്റ്റേറ്റിലേക്ക് പോയതിന് ശേഷം ആപ്പ് ചിലപ്പോൾ സ്റ്റോപ്പ് ആവാനുള്ള ചാൻസ് ഉണ്ട്, ചിലപ്പോൾ ടെർമിനേറ്റ് ആവാം. അപ്പോൾ ഓൺ സ്റ്റോപ്പ് എപ്പോഴാണ് എക്സിക്യൂട്ട് ആവണമെന്ന് ചോദിച്ചാൽ ആക്ടിവിറ്റി പിന്നെ യൂസർ വ്യൂ ചെയ്യുന്നില്ല എങ്കിൽ, അതായത് ഇപ്പോൾ നിങ്ങൾ ഹോം ബട്ടൺ പ്രസ് ചെയ്ത് ആപ്പ് മിനിമൈസ് ചെയ്ത്, അപ്പം അങ്ങനത്തെ സിറ്റുവേഷൻസിലാണ് ഓൺ സ്റ്റോപ്പ് എന്ന് പറയുന്ന ആ ഒരു മെത്തേഡ് എക്സിക്യൂട്ട് ആവുന്നത്. ഈ ഒരു മൊമെൻറ്റിൽ ആപ്പ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന റിസോഴ്സസ്, അതായത് ഇപ്പോൾ ആക്ടിവിറ്റി നമ്മളുടെ ക്യാമറ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ സിസ്റ്റം റിസോഴ്സും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ച് റിലീസ് ചെയ്യണം. പിന്നെ അതുപോലെ എന്തെങ്കിലും ബാക്ക്ഗ്രൗണ്ട് ടാസ്ക് കാര്യങ്ങൾ റൺ ചെയ്യുന്നുണ്ടെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്തിരിക്കണം.
അതുപോലെ തന്നെ യൂസർ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ, അതായത് ഇപ്പോൾ നിങ്ങൾ വേർഡ് പോലെ എന്തെങ്കിലും ഒരു ആപ്പിൻ്റെ അകത്ത് എന്തെങ്കിലും ടൈപ്പ് ചെയ്ത് വെച്ചിട്ട് ആ ഒരു മൊമെൻറ്റിലാണ് ഓൺ സ്റ്റോപ്പ് എക്സിക്യൂട്ട് ആവുന്നതെങ്കിൽ നിങ്ങൾ ടൈപ്പ് ചെയ്ത് അത്രയും വരെ സേവ് ആവണമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ഡാറ്റയും കാര്യങ്ങളൊക്കെ സേവ് ചെയ്യണം. അതൊക്കെയാണ് ഓൺ സ്റ്റോപ്പിൻ്റെ അകത്ത് മേജറായിട്ട് ചെയ്യുന്ന ആക്ടിവിറ്റീസ്. ഇങ്ങനെ ചെയ്യുന്നത് വഴി നമുക്ക് ബാറ്ററി ഡ്രെയിനും അതുപോലെ മെമ്മറി ലീക്സും കാര്യങ്ങളൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. ഓൺ സ്റ്റോപ്പിന് ശേഷം പിന്നെ ആക്ടിവിറ്റി റീസ്റ്റാർട്ട് ആവണമെങ്കിൽ ഓൺ റീസ്റ്റാർട്ട് എന്ന് പറയുന്ന മെത്തേഡ് കോൾ ചെയ്യാം. അതല്ല ആക്ടിവിറ്റി ടോട്ടലി ഡിസ്ട്രോയ് ചെയ്ത് കളയണമെങ്കിൽ, ഇനി എടുക്കില്ല എന്നുള്ളൊരു സ്റ്റേറ്റിലേക്കാണ് പോകുന്നതെങ്കിൽ ഓൺ ഡിസ്ട്രോയ് എന്ന് പറയുന്ന ആ ഒരു മെത്തേഡ് കോൾ ചെയ്താൽ മതി. ഇത് ഓൺ സ്റ്റോപ്പിൻ്റെ ഒരു സിൻടാക്സ് ആണ്. അപ്പോൾ ഓൺ സ്റ്റോപ്പ് കഴിഞ്ഞാൽ നമ്മൾക്ക് അടുത്ത മെത്തേഡ് വരുന്നത് ഓൺ റീസ്റ്റാർട്ട് എന്ന് പറയുന്ന മെത്തേഡാണ്. ഓൺ റീസ്റ്റാർട്ട് എപ്പോഴാണ് കോൾ ചെയ്യണമെന്ന് ചോദിക്കുകയാണെങ്കിൽ, ഇപ്പോൾ ആക്ടിവിറ്റി പ്രീവിയസ്ലി സ്റ്റോപ്പ് ചെയ്ത് നിൽക്കുന്ന ആ ഒരു സ്റ്റേറ്റിലാണ്, എന്നാൽ യൂസറിനത് ഒന്നുകൂടിയും എടുക്കണം. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷനിലാണ് ഓൺ റീസ്റ്റാർട്ട് എന്ന് പറയുന്ന മെത്തേഡ് എക്സിക്യൂട്ട് ആവുന്നത്. ഓൺ റീസ്റ്റാർട്ട് എന്ന് പറയുന്ന മെത്തേഡും കൊണ്ടുള്ള മറ്റൊരു യൂസേജ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾക്കിപ്പോൾ ഏതെങ്കിലും ഒരു UI കമ്പോണൻറ്റിനെ ഒന്ന് റിഫ്രഷ് ചെയ്യണം. അതായത് ഡൈനാമിക്കായിട്ട് മെസ്സേജസ് വരുമ്പോൾ UI കമ്പോണൻസ് നമുക്ക് അതനുസരിച്ചിട്ട് റിഫ്രഷ് ചെയ്യണം. അങ്ങനത്തെ എന്തെങ്കിലും റിക്വയർമെൻറ്റ് വരുമ്പോൾ ഓൺ റീസ്റ്റാർട്ട് മെത്തേഡ് നമുക്ക് കോൾ ചെയ്താൽ മതി. അപ്പോൾ UI എലമെൻസും അതനുസരിച്ചിട്ട് റിഫ്രഷായി വന്നോളും. ഓൺ റീസ്റ്റാർട്ടിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് ചോദിക്കുവാണെങ്കിൽ, അത് ഓൺ സ്റ്റാർട്ടിനും ഓൺ സ്റ്റോപ്പിനും ഇടയിലുള്ള ഒരു ബ്രിഡ്ജായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുവഴി ഡെവലപ്പേഴ്സിന് ഓൺ സ്റ്റോപ്പിൽ റിലീസ് ചെയ്തിട്ടുള്ള ആ ഒരു റിസോഴ്സും കാര്യങ്ങളൊക്കെ ഓൺ റീസ്റ്റാർട്ട് വെച്ചിട്ട് റീഇനിഷ്യലൈസ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പോൾ ഓൺ സ്റ്റോപ്പ് നടന്ന സമയത്ത് ക്യാമറ യൂസ് ചെയ്യണ ഒരു സിറ്റുവേഷനാണെന്ന് വിചാരിക്കുക. നമ്മളിപ്പോൾ ഒരു ആക്ടിവിറ്റിയിൽ ക്യാമറ എന്തെങ്കിലും ഫോട്ടോ എടുക്കാനോ അങ്ങനെ എന്തെങ്കിലും ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് ക്യാമറ റിസോഴ്സ് അലോക്കേറ്റ് ചെയ്തിട്ടുണ്ടായി. അപ്പോൾ ഓൺ സ്റ്റോപ്പ് എക്സിക്യൂട്ട് ആവണ നേരത്ത് എന്ത് പറ്റും, ക്യാമറ റിസോഴ്സിനെ നമ്മൾ റിലീസ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷനിൽ ഓൺ റീസ്റ്റാർട്ട് എക്സിക്യൂട്ട് ആവുന്ന നേരത്ത് ഓൺ സ്റ്റോപ്പിൽ നമ്മൾ റിലീസ് ചെയ്തിട്ടുള്ള ക്യാമറ റിസോഴ്സിനെ തിരിച്ച് നമുക്ക് റീഇനിഷ്യലൈസ് ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി അങ്ങനെ കിട്ടുന്നുണ്ട്. അപ്പോൾ അതും ഓൺ റീസ്റ്റാർട്ട് എന്ന് പറയുന്ന മെത്തേഡ് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഫീച്ചറാണ്. ഇത് ഓൺ റീസ്റ്റാർട്ട് എന്ന് പറയുന്ന മെത്തേഡിൻ്റെ ഒരു എക്സാമ്പിൾ കോഡാണ്. ഫൈനലി നമുക്ക് വരുന്ന മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഓൺ ഡിസ്ട്രോയ് എന്ന് പറയുന്ന മെത്തേഡാണ്. ഈ ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ ആക്ടിവിറ്റി കംപ്ലീറ്റ് ആയിട്ട് ഡിസ്ട്രോയ് ചെയ്യുന്ന ആ ഒരു മൊമെൻറ്റിന് തൊട്ട് മുന്നേ ആയിട്ടാണ് കോൾ ചെയ്യുന്നത്. ഈ മെത്തേഡ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ഫൈനൽ ക്ലീനപ്പിനും അതുപോലെ തന്നെ എന്തെങ്കിലും അലോക്കേറ്റ് ചെയ്തിട്ടുള്ള റിസോഴ്സസിന് റിലീസ് ചെയ്യാനും പിന്നെ എന്തെങ്കിലും ഡാറ്റയോ കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാനുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓൺ ഡിസ്ട്രോയ് എന്ന് പറയുന്ന മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ഈ മെത്തേഡ് ട്രിഗർ ആവാൻ ഉള്ള കുറച്ച് ഇൻസ്റ്റൻസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ആദ്യം വരുന്ന ഇൻസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ യൂസർ എക്സ്പ്ലിസിറ്റ് ആയിട്ട് ആപ്പ് ക്ലോസ് ചെയ്യുന്ന ആ ഒരു മൊമെൻറ്റിൽ ഓൺ ഡിസ്ട്രോയ് എന്ന് പറയുന്ന മെത്തേഡ് ട്രിഗർ ആവും. ഇതിനൊരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ആപ്പ് സെറ്റിങ്സിൽ പോയിട്ട് ഫോഴ്സ് സ്റ്റോപ്പ് ചെയ്യില്ലേ, അന്നേരം ഓൺ ഡിസ്ട്രോയ് എന്ന് പറയുന്ന ഈ ഒരു മെത്തേഡ് എക്സിക്യൂട്ട് ആവും. പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ ഫോണൊക്കെ ഫ്രീസ് ചെയ്ത് നിൽക്കുന്ന ആ ഒരു മൊമെൻറ്റില്ലേ, ആ ഒരു മൊമെൻറ്റിൽ സിസ്റ്റം തന്നെ മെമ്മറി ഫ്രീ ചെയ്യാൻ വേണ്ടിയിട്ട് ആക്ടിവിറ്റീസ് പർപ്പസ്ഫുള്ളി ഡിസ്ട്രോയ് ചെയ്യും. അപ്പോൾ അന്നേരവും ഓൺ ഡിസ്ട്രോയ് എന്ന് പറയുന്ന മെത്തേഡ് ട്രിഗർ ചെയ്യപ്പെടാം. സിസ്റ്റം മെമ്മറി ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രോസസ്സ് കില്ല് ചെയ്യുന്ന ആ ഒരു നേരത്ത് എല്ലായ്പ്പോഴും ഓൺ ഡിസ്ട്രോയ് എന്ന് പറയുന്ന മെത്തേഡ് ട്രിഗർ ആവണമെന്നില്ല. അത് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിൻ്റാണ്. ചില കേസുകളിൽ ഓൺ ഡിസ്ട്രോയ് എന്ന് പറയുന്ന മെത്തേഡ് ട്രിഗർ ആവും, അതല്ലാത്ത കേസുകളിൽ സിസ്റ്റം തന്നെ ഡയറക്റ്റ്ലി അത് കില്ല് ചെയ്യും, അത് എക്സിക്യൂട്ട് ആവാനുള്ളൊരു ഗ്യാപ്പ് പോലും കൊടുക്കത്തില്ല. അപ്പോൾ അങ്ങനെ ഒരു കാര്യം ഓൺ ഡിസ്ട്രോയ് എന്ന് പറയുന്ന മെത്തേഡിൻ്റെ അകത്തുണ്ട്. ഇത് ഓൺ ഡിസ്ട്രോയ് എന്ന് പറയുന്ന ആ ഒരു മെത്തേഡിൻ്റെ സിൻടാക്സ് ആണ്. അപ്പോൾ ഇതും നിങ്ങളൊന്ന് ജസ്റ്റ് നോക്കി വെക്കുക. ഇനി ഇതിൻ്റെ അകത്ത് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ ആൻഡ്രോയിഡിൻ്റെ ലൈഫ് സൈക്കിളിൻ്റെ കാര്യങ്ങൾ ഓൾമോസ്റ്റ് എല്ലാം നോക്കിയിട്ടുണ്ട്. ഇതിനൊരു ഫ്ലോ ചാർട്ട് പോലത്തെ ഒരു പരിപാടിയുണ്ട്, അത് പറ്റുവാണെങ്കിലൊന്ന് നോക്കി വെച്ചേക്കുക. അത് എനിക്ക് കിട്ടിയില്ല, ഒരു നല്ല ഫ്ലോ ചാർട്ട് കിട്ടിയില്ല. അപ്പോൾ നിങ്ങൾക്കത് അവൈലബിൾ ആയിട്ടുണ്ടെങ്കിലും നിങ്ങൾ അതൊന്ന് ജസ്റ്റ് റെഫറൻസ് നോക്കിയേക്കുക. കാരണം
15 മാർക്കിന് എന്തെങ്കിലുമൊക്കെ വരുവാണെങ്കിൽ ആ ഒരു ഫ്ലോ ചാർട്ട് വരയ്ക്കുകയാണെങ്കിൽ കുറച്ചുകൂടി മാർക്ക് കിട്ടും.